അല്ലല്ല അതല്ല, അത് കഴിഞ്ഞിട്ട് മറ്റേതാണ് പറഞ്ഞത്. ആമസോൺ കാടുകളിലും ആഫ്രിക്കൻ വരാന്തരങ്ങളിലും മാത്രം കണ്ടുവരുന്ന ഇരട്ട കാട്ടുപുലികൾ ഇറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ. കാട്ടുപോത്ത് പോലും തോറ്റുപോകുന്ന തൊലിക്കട്ടിയുമായി. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് പിഴയുണ്ടാക്കുന്ന അതിന്റെ രാഗിണി. രാഗിണി എന്റെ അമ്മേന്റെ പേരാ. എന്റെ അമ്മനെ വിളിച്ചല്ലോ. ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കുഞ്ഞു ടവല് രേണുവിന്റെ ഒട്ടിപ്പിടിപ്പിച്ചോടെ ഇപ്പൊ നനവുണ്ട്, ഉണങ്ങുമ്പോ അത് അപ്പൊ ഞങ്ങളെടുത്ത് പണക്കി വയ്ക്കും. വല്യപ്പച്ചോ നാളെ പോവില്ലേ? വല്യപ്പച്ചൻ പെട്ടിമാക്കി ചെയ്തോണ്ട് ഇനി അധികം നേരം കാണാൻ പറ്റത്തില്ല. രണ്ടാളും കൈ നീട്ടിക്കോളൂ. ഇത് എന്താണ് സാധനം എന്ന് പറയണം. ഞാൻ പറയാം. തോരിക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? അല്ല മലയാളത്തിൽ എനിക്ക് മനസ്സിലാവില്ല എന്താണ്. ഞാൻ വേണമെങ്കിൽ ദാൽ പരാഠ ഉണ്ടാക്കി തരാം. എന്താ സാധനം ഇത്? നോക്കിയൊക്കെ ഇതാരാ ഉണ്ടാക്കിയത്? നമുക്ക് വന്നത് അപ്പുറം എനിക്കറിയില്ല. കടലാണോ അത്? ഇത് വെജാണ് എന്താണെങ്കിലും. എടാ അത് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ സാധനം. എന്താണ് വെജാ? വെജ്. എടാ കടല ചെറുപ്പയറില്ലല്ലോ. എന്താണെന്ന് പറയാന്നേ അറിയത്തില്ല. കൂണാണോ? എന്താന്നുള്ള ക്യാരക്ടർ ഫുള്ള് തിന്നല്ലേ? അല്ല നിക്ക എന്താ കൂണാണോ? കൂണുണ്ടോ? മഷ്റൂം നമുക്ക് കിട്ടിയിരുന്നോ അതിന്? ഇല്ല. ആ പിന്നെ എങ്ങനെയാ വരിക? ചെറുപ്പല്ല ഗ്രേവി ആയിരിക്കും. അവര് തന്നല്ലേ. എന്താണെങ്കിലും തിന്ന അത്ര തന്നെ. മനസ്സിലായോ? ഇതിന് വേറെ തിന്ന. ഇല്ല ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ ഇത് എന്തെങ്കിലും ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കിട്ട് ഞാൻ ദോശ ഉണ്ടാക്കും. സോറി മറ്റ് ലഞ്ചും ഡിന്നറും ആക്കാം. എന്റെ രുചി മുകുളങ്ങൾ ഉണർന്നു. അല്ലെങ്കിൽ ചോറ് കറി നന്നായി ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ ചോറില്ല. ചോറ് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇതല്ലേ വേണ്ടേ? കുട്ടികൾക്ക് ജനത്തിന് അത് മതി. കുട്ടികൾക്ക് പിന്നെ എവിടുന്ന് ഒപ്പിച്ചോ ഇത്തവണ ബിഗ് ബോസ് വരെ? വേറൊന്നും കണ്ടിട്ടെടുക്കാൻ സാധ്യതയില്ല. എങ്ങനെ കണ്ടിട്ട് സാധ്യത സംസാരിച്ചിട്ടൊന്നുമില്ല. ആ ഫോട്ടോ കണ്ടപ്പെടുത്തു. പക്ഷെ ഇവന്റെ ഫോട്ടോയിൽ ഇവൻ എന്തോ ഒരു ദുഷ്ടനെ പോലെ ഉണ്ടായിരുന്നു. അല്ല ഫോട്ടോയിൽ ഒരു ക്രൂരനാ, ഒരു നോർത്ത് ഇന്ത്യൻ ഇതാണ്. പക്ഷെ ശരിക്കും മലയാളി അത്രയില്ല. പറഞ്ഞ ഞങ്ങൾ എനിക്കൊക്കെ ഉണ്ട് ഉണ്ണി കണ്ണെന്നൊക്കെ പറ്റിയത്. അങ്ങനെയുള്ളു. കണ്ണൻ ഉണ്ണി അങ്ങനെയൊക്കെ വിളിക്കാൻ നിന്നെ കണ്ണനുണ്ണിയാക്കിയടാ. അതെ കണ്ണനുണ്ണിയല്ല, വാ തുറന്നാ മൊണ്ണനുണ്ണിയെ കണ്ടാ കണ്ണനുണ്ണിയാണെങ്കിലും വാ തുറന്ന ഞാൻ കണ്ണനുണ്ണി എന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കണ്ണനും ഉണ്ട്, ഒരു ഉണ്ണി ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചാണ് കണ്ണനുണ്ണിയാക്കിയത്. ഇവിടെ വന്നേ അനീഷ്. ഇത് പിടി. ഇങ്ങനെ ഇരിക്കണം കേട്ടാ. 1 2 ആക്ഷൻ. വേണോ ഇനി വെള്ളം വേണം. അക്ബറിനെ ഒന്ന് വിളിക്കണം. ആദ്യം ഇതൊന്നും മുയിപ്പിക്കട്ടെ. പറ്റി പറയാം. ഇതൊരു കരക്ക് എത്തിക്കട്ടെ എങ്ങനെയും. നമ്മളെന്തായാലും എത്തിക്കേ. ഒരു കരക്ക് എത്തിച്ചില്ലേലും നമ്മൾ ഒരു 10:11 ആയി കാണും. ഫുഡ് കഴിക്കാൻ പല്ല് തേച്ചിട്ട് വായോ. ഞാൻ പല്ല് തേച്ചു കുളിച്ചു. അതെ പല്ല് തേച്ചിട്ട് വാ മതി. വിശക്കുന്നു. ആദ്യം വന്നില്ലെങ്കിൽ പിന്നെ ഇതൊന്നും കിട്ടിയില്ല. ഇതിലൊക്കെ എത്ര റേഞ്ച് ഉണ്ടാവും? നമ്മൾ അങ്ങനെ തന്നെ നമ്മളെ ഹെൽത്ത് റെഡി ആവും. ബിന്നിയുടെ പോലെ ആയാൽ തന്നെ എന്റെ പോലെ എന്താ ആയ കുറെ നമ്മുടെ ഹെൽത്ത് അങ്ങനെ ശരിയാവുമല്ലോ. ഇങ്ങനെ എപ്പോഴും ഹൈജീനായിട്ട് ചിന്തിച്ച് ഹൈജീൻ എല്ലാം മാത്രം നോക്കി ചിന്തിക്കണം. അപ്പൊ തന്നെ പകുതി ശരിയാവും. പിന്നെ എത്ര വീടുകൾ ഞാനൊന്ന് മാത്രം പറഞ്ഞാൽ പോലെ. അപ്പൊ അത്രയും വാക്കുകൾ ലാഭം. പക്ഷെ വിന്നിക്ക് വേറൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എത്ര അടി ഉണ്ടായാലും പെട്ടെന്ന് വന്ന് പാച്ചാവും. അതെപ്പോഴും സംഭവിക്കില്ല. ഓരോ സമയം എടുക്കും.
ജയിൽ സാധനങ്ങൾ ഇപ്പൊ ഇതുവരെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ എടുത്താ? പറയുന്നത്. ഞാനും അത് നിങ്ങളും അങ്ങനെയാണല്ലോ. ഞാനിപ്പം പറയാത്ത എന്തെന്ന് ചോദിക്കും. ഞാനും അങ്ങനെ തന്നെ. ചില ആൾക്കാരുടെ അടുത്ത് അന്നൊക്കെ എന്ത് വിഷമാണ് കയ്യില് ഉള്ളില്. ഇപ്പൊ ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് കൊടുത്തില്ലെന്ന് എന്തൊരു വിഷമാണ്. നമ്മൾ രണ്ട് തവണ നിനക്ക് തന്നില്ലേ? എനിക്ക് തന്നു. കൊടുത്തിട്ടില്ല ഒരു കള്ളത്തരം പറഞ്ഞതാ. അവള് കൊടുത്തിട്ടില്ല, എനിക്ക് തന്നു. ഞാൻ നന്നായിരുന്നു. എനിക്ക് തന്നു അനു ഷെയ്ക്കൻഡ്, എനിക്ക് എല്ലാരും തന്നു. ഞാൻ ചോദിച്ചു അനുവിന്റെ അടുത്ത്, അനു നീ എന്താ എന്നെ വന്നിട്ട് ഇന്നലെ തലോടി ഞാൻ എല്ലാവരുടെ അടുത്തും കൊടുത്തു. അവരുടെ ഷെയ്ക്കൻഡ് കിട്ടിയാലേ ജീവിതം മുന്നോട്ട് പോകുന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടല്ല. അല്ല, ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു കല കണ്ടു പെർഫോമൻസ് കഴിഞ്ഞപ്പോ ഉള്ള ഒരു ആ സമയത്ത് ചേച്ചി അല്ല എടാ എന്റെ അടുത്ത് പറഞ്ഞറിയോ, എന്റെ അടുത്ത് പറഞ്ഞറിയോ കഴിച്ചു പോയാൽ മതി. ചേച്ചി ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലാകത്ത് നിങ്ങൾ ഇപ്പോഴും അവൾ അപ്പ പറയുന്ന കാര്യം മാറ്റി പറയുന്നതായി നമുക്ക് അറിയാം. എന്നിട്ടും പിന്നെ ജനങ്ങളിലോട്ട് എത്തിക്കണല്ലോ. കാണുന്നുണ്ടല്ലോ, എത്തിക്കേണ്ട കാര്യം. അല്ല കാണുന്നുണ്ടെന്നല്ല, നമ്മളെ സൈഡിൽ നിന്ന് അതിന് എത്തിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അല്ലാണ്ട് ഇപ്പൊ അത് അയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതല്ലേ ഗെയിം, മൈൻഡ് ഗെയിം. ഇല്ല, ഞാൻ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചു പ്ലാൻ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ച ആൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഷോക്കായി. കാരണം അതുവരെ കൊണ്ടുപോയി ഞാൻ ഉണർന്നു, അവിടെ എത്തുന്നതിന് മുമ്പ് ഉണർന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സംഗതിയെ അവർ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചു. നിന്നെ കൊണ്ടുപോകുന്നത് ഞാൻ നോക്കിയിരുന്ന് ഇരിക്കുമായിരുന്നു. മനസ്സാവാച അറിയാത്ത സംഗതിയാണ്. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. എനിക്ക് ഈ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് തെളിവ് സഹിതം എടുത്തു തരാൻ എൻ്റെ അടുത്തില്ല. അല്ല, എനിക്ക് മനസ്സിലായി ഇപ്പൊ ആരാ എന്താ ഏതാ തെറ്റെന്നൊക്കെ. അവർ തെറ്റിദ്ധരിപ്പിച്ചോട്ടെ, അവർ ഗെയിം കളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മളതിനെ അതേ രീതിയിൽ ശക്തമായിട്ട് നേരിടുക. അത്ര നമുക്കിവിടെ ഒരു ഗ്രൂപ്പും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ആരും ടാർഗറ്റ് ചെയ്ത് ദ്രോഹിക്കാൻ നമ്മൾ സമ്മതിക്കൂല. ആ പേടികളാരും പേടിക്കണ്ട, അതിന് നമ്മൾ സമ്മതിക്കൂല. ഗെയിം കളിച്ചോ, പരാജയപ്പെട്ടാൽ പുറത്തു പോവുക. അതിവിടെ ലാലട്ടൻ പറഞ്ഞ മാതിരി ഇവിടെ 500 എപ്പിസോഡ് നിൽക്കാനെന്നല്ല നമ്മൾ വന്നുള്ളത്. അല്ല, 500 ദിവസം നിൽക്കാനല്ല നമ്മൾ വന്നുള്ളത്. നമ്മൾ 100 ദിവസം നിൽക്കാനാണ് വന്നുള്ളത്. അതിൽ പോകേണ്ടവരൊക്കെ പോകും. അത് നമ്മളെ വിധി. അത് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലേ. ഇവിടെ വന്ന് ഈ ലോക മലയാളീസ് കാണുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ. അതിന് ദൈവത്തിനോട് നന്ദി പറയാം. അത് 1 ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും 100 ദിവസമാണെങ്കിലും അതിന് നന്ദി പറയാം. പുറത്തു പോകണതിന് ഒരു വിഷമം കരുതണ്ട, ധൈര്യത്തോടെ നേരിടുക. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരു ഗ്രൂപ്പിസോ നമുക്ക് വേണ്ട. ഇതല്ല ഇവിടെ നടക്കുന്ന ഭയങ്കര ഒരു കല്ലിരിക്കണം പോലെ തോന്നുന്നു. ഗ്രൂപ്പ് കളിക്കുന്നത് റിയാക്ഷൻ എന്തായിരുന്നു? അങ്ങനൊന്നും ആയിരിക്കത്തില്ലെന്ന്. അത് കുഴപ്പമില്ല, അതുകൊണ്ട് അതെന്താ തോന്നിയതായിരിക്കും. അങ്ങനൊന്നും ഇല്ലെന്ന്. വേറൊന്നും ഡിസ്കസ് ചെയ്തില്ലല്ലോ. അതങ്ങ് വിട്ടോളൂ, വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെറിയ ചിഹ്നമായിട്ട് ജസ്റ്റ് ഇതും പോയി പറയും മിക്കവാറും. നിങ്ങള് കുറച്ച് ഗ്യാപ്പ് ഇടണമെന്ന് പറഞ്ഞത്. അതെ, അവള് പോയി പറയും മിക്കവാറും. നമ്മൾ ഗ്യാപ്പ് ഇടണമെന്ന് പറഞ്ഞു. അത് ഷുവർ ആയിട്ട് പറയും. അത് അന്ന് ഇതിനകത്ത് കാര്യങ്ങളും ഉണ്ടോ? അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടല്ല. ഞാൻ പിന്നെ വിചാരിച്ചു പോത്തതിനാ ഇന്നലെ വൈകുന്നേരം ഇരുന്ന് പിന്നെ പറഞ്ഞു ആരെയും പറ്റി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതെവിടെ എത്തുമല്ലേ? ആരെ പറ്റി അതെല്ലായിടത്തും എത്തൂന്ന്. അതൊക്കെ ഒരു സത്യങ്ങളാണ് സത്യം പറയാൻ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമല്ല. നമ്മളെ ഗെയിം കളിക്കാൻ മുന്നോട്ട് പോകും. ആരും പറ്റും നമ്മൾ ജസ്റ്റ് ഓരോന്ന് അറിയുമ്പോൾ ഷെയർ ചെയ്യുന്നത് പറയണ്ട അല്ലേ? അങ്ങനെ പറയണ്ട. നമുക്ക് തിങ്കളാഴ്ച ഉണ്ടാക്കിക്കൂടെ? നമുക്ക് ചൊവ്വാഴ്ച ഉണ്ടാക്കിക്കൂടെ? നമുക്ക് നല്ല ഫുഡ് കിട്ടൂലേ? ഇത് റേഷൻ അല്ലല്ലോ. ഇത് റേഷൻ അല്ലല്ലോ.